സന്നിധാനത്ത് ഏറ്റവും പ്രയാസകരമായ ജോലി ചെയ്യുന്നവരാണ് 18ാം പടിയിലെ പോലീസുകാർ. ദർശനത്തിനെത്തുന്നവരെ സുരക്ഷിതമായി പടി കയറ്റുന്നത് ഒരേ സമയം 15 പോലീസുകാർ ചേർന്നാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ തീർത്ഥാടകരെ സുരക്ഷിതമായി 18ാം പടി കയറ്റുക നിസ്സാരമല്ല. ഒരേ മനസ്സോടെ 15 പോലീസുകാർ ഉൾപ്പെടുന്ന സംഘമാണ് ഇരുന്നും നിന്നും ഭക്തരെ പടി കയറ്റാൻ സഹായിക്കുന്നത്. ഓരോ 15 മിനിറ്റ് കഴിയുമ്പോഴും അടുത്ത 15 പേർ ഊഴം കാത്തു നിൽക്കും. പടിയിൽ ഭക്തരെ കയറ്റുന്നതിന് 135 പേരാണ് ഒരു ഘട്ടത്തിൽ ഉണ്ടാവുക. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായിട്ടൊരു ഡ്യൂട്ടിയാണ് 18ാം പടി ഭക്തരെ കയറ്റുക എന്നുള്ളത്. അത് എത്രയും വേഗം ഭക്തരെ കയറ്റിവിടുക എന്നുള്ളത് മാത്രമല്ല, സുരക്ഷിതരായി അവരെ കയറ്റിവിടുക എന്നുള്ളതാണ്. ഇവിടെ 135 പോലീസുകാരെ 45 പേരുള്ള 3 സ്ക്വാഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ഓരോ 45 പേരെയും നമ്മൾ 3 ടീമുകളായിട്ട് തിരിച്ചു. 15 പേരുണ്ട്. 45 പേരുള്ളവർക്ക് 4 മണിക്കൂർ ഡ്യൂട്ടിയാണ്. 4 മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത ടീം വരും. അതുപോലെ ഈ 15 പേരുള്ളവർക്ക് 15 മിനിറ്റ് വീതമാണ്. വളരെ ഭംഗിയായിട്ട് ഇപ്പോൾ അവർ ചെയ്യുന്നുണ്ട് ഡ്യൂട്ടി. അവരുടെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പടികയറ്റത്തിന് തടസ്സമില്ലാതെയാണ് നിലവിലുള്ള 15 പേർ മാറുന്നതും അടുത്ത ബാച്ച് കയറുന്നതും. മികച്ച കായികക്ഷമതയുള്ളവരെയാണ് 18ാം പടിയിലെ സേവനങ്ങൾക്കായി നിയോഗിക്കുന്നത്. ദർശനത്തിനെത്തുന്നവർക്ക് വലിയ ആശ്വാസമാണ് 18ാം പടിയിലെ പോലീസ് അയ്യപ്പന്മാർ. സന്നിധാനത്തെ ഏറ്റവും ആയാസകരമായ ജോലിയാണ് 18ാം പടിയിലേത്. തിരക്ക് നിയന്ത്രിച്ച് സുരക്ഷിതമായ ദർശനം സാധ്യമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നവരാണ് 18ാം പടിയിലെ പോലീസ് അയ്യപ്പന്മാർ. ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം KC ഉണ്ണികൃഷ്ണൻ, കേരള വിഷൻ ന്യൂസ്, സന്നിധാനം.